എന്ത് ചെയ്യും? പ്രിയയോട് സംസാരിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ ചോദിക്കും? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഇല്ല അബി, നീ ഗിറ്റാർ വായിക്കുന്ന ശബ്ദം കേട്ട് വന്നതാ. പിന്നെ അബി, കുറെ നാളായില്ലേ നീ പുതിയ പാട്ട് നിർമ്മിച്ചിട്ട്? അബി, ആക്ച്വലി ഞാൻ പ്രിയയോട് സംസാരിച്ചു. അവള് പറഞ്ഞു ഇപ്പോൾ ഒരുപാട് നഷ്ടം ഉണ്ടാവുന്നു. എങ്കിൽ ആക്ച്വലി ഞാൻ വിചാരിക്കുന്നത് അവൾക്ക് നഷ്ടം ഉണ്ടായാൽ നമുക്ക് ലാഭം ഉണ്ടാവാൻ അവൾ ഒരിക്കലും സമ്മതിക്കില്ല. എന്നുവെച്ചാ അബി, അവൾക്ക് നഷ്ടം ഉണ്ടായാൽ അവളുടെ മൂഡ് ശരിയാവില്ല. പിന്നെ നമ്മുടെ കല്യാണത്തെക്കുറിച്ച് എങ്ങനെ സംസാരിക്കും? ഇല്ല, നീ പ്രിയയോട് ഡിവോഴ്സിനെ കുറിച്ച് എങ്ങനെ പറയും? അവള് സമ്മതിക്കില്ലല്ലോ. പിന്നെ നീയും ഇതുവരെ പ്രിയയോട് സംസാരിച്ചില്ലല്ലോ അല്ലേ അബി? ഇല്ല, ഞാൻ സംസാരിച്ചില്ല. ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അച്ഛമ്മയോട് വഴക്കിട്ടതിൽ അവൾക്ക് എപ്പോഴും വിഷമമുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഒരവസ്ഥയിൽ അവളോട് ഞാൻ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചാൽ അവളത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അത് അവൾക്ക് സമ്മതമാണെങ്കിൽ കൂടി നോ പറഞ്ഞു കളയും. ഇപ്പോൾ അവളോട് വെറുതെ സംസാരിച്ചെന്തിനാ കാര്യങ്ങൾ വഷളാക്കുന്നതെന്ന് കരുതി. യു ആർ റൈറ്റ്. സംസാരിച്ചില്ലേ? അപ്പോൾ ഈ റീസൺ അല്ല പ്രിയ സഹായിക്കാന്ന് പറഞ്ഞതിന്. പിന്നെ എന്തായിരിക്കും കാരണം? ഉറങ്ങ എഴുന്നേക്കുന്നതിന് മുൻപ് ഞാൻ വേഗം റെഡിയായി ഇവിടുന്ന് രക്ഷപ്പെടാം. ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെട്ടതാ, പക്ഷെ എന്നും അതിന് കഴിയില്ല. ഇവളിത് എവിടെ പോയി? ഇപ്പോ എണീറ്റ് പോയതാണോ അതോ രാത്രി വന്നില്ലേ? ഞാൻ വാഷ്റൂമിൽ പോകാനായിട്ട് എണീറ്റപ്പോഴും വന്നിട്ടില്ല. ഇനി ഹോളിലെങ്ങാനും കിടന്ന് ഉറങ്ങുകയാണോ? നീ ഇനി എന്തൊക്കെ കാണിച്ചാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണം. എഴുന്നേറ്റ് പുറത്ത് പോയി കാണും. നന്നായി. മുന്നിൽ വരുവുമില്ല, സംസാരിക്കാൻ വേണ്ട. ഇനി എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാം. ഇവിടെയും കാണുന്നില്ലല്ലോ. ഇവളിതെവിടെ പോയതാ? പിന്നെയും ഓടാനുള്ള പ്ലാൻ ആയിരുന്നോ? ഇല്ലല്ലോ. ഞാൻ എന്തിനു രക്ഷപ്പെടണം? രക്ഷപ്പെടാൻ നോക്കിയല്ലേ? എന്താ രക്ഷപ്പെട്ട് ഓടാനോ? ഞാനോ? നീ എന്നോട് പറഞ്ഞല്ലേ രാവിലെ സംസാരിക്കാം. ആ പറഞ്ഞിരുന്നു. അതിന് രാവിലെ ആയല്ലോ. അതൊക്കെ എനിക്ക് കാണാം. എങ്കിൽ സംസാരിച്ചാലോ? നോക്കൂ, ഞാൻ പറഞ്ഞത് സത്യമാ, രാവിലെ സംസാരിക്കാന്ന്. പക്ഷെ ഏത് ദിവസത്തെ രാവിലെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ ഈശ്വരാ, ഉറപ്പായും അദ്ദേഹം സംസാരിക്കും. ഇനി എന്ത് കാരണം പറയും ഞാൻ? നീ ഇന്ന് രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. ഇന്ന് ഇവിടെ നീ സംസാരിച്ചിട്ടേ പോകൂ. വാ, ഇരിക്ക്. ഒരു വിധത്തിൽ പിടിച്ചിരുത്തി. ഇനി എവിടെ നാ സംസാരിച്ചു തുടങ്ങുക? ഞാൻ എത്ര നാളായി നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നറിയോ? പക്ഷെ നീ എന്നെ ഒന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇപ്പോ എനിക്കൊരു അവസരം കിട്ടിയ സ്ഥിതിക്ക് ഒരു മുഖവര ഇല്ലാതെ കാര്യങ്ങൾ നിന്നോട് പറയാം. ടു ദ പോയിന്റ് സംസാരിക്കാം. ഞാനിപ്പോ ശരിക്കും പെട്ടു. ഉറപ്പായോ അദ്ദേഹം ഇപ്പൊ പറയും. ഞാൻ എന്ത് മറുപടി നൽകും? നോക്ക്, എനിക്കോ നിനക്കോ ദോഷം വരുന്ന തരത്തിലുള്ള ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. സിറ്റുവേഷൻ നിനക്കറിയാലോ. തനു പ്രഗ്നന്റ് ആണ്. എനിക്കറിയാം ഇതൊന്നും സംസാരിക്കാനുള്ള ഒരു സമയമല്ലെന്ന്. സരള ആന്റി കിടപ്പിലാണെന്നൊക്കെയുള്ള കാര്യം എനിക്കറിയാം പ്രിയ. പക്ഷേ എൻ്റെ അവസ്ഥ എത്രത്തോളം മോശമാണെന്നുള്ളത് നീ മനസ്സിലാക്കണം. ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
ബാക്കി എന്ത് കാര്യത്തിലും എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും, പക്ഷേ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്കത് പറ്റില്ല. എനിക്കത് കഴിയില്ല പ്രിയ. ഇത് തന്നെയാ പ്രശ്നം. ഏത് കുഞ്ഞിനു വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്, ആ കുഞ്ഞ് നിങ്ങളുടേത് പോലുമല്ല. മറ്റാരോ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. തെറ്റ് ചെയ്തവർക്ക് ഒരു കുഴപ്പവുമില്ല. എനിക്ക് തനുവിനെ കല്യാണം കഴിക്കണം. പക്ഷേ എനിക്കറിയാം നീ ഡിവോഴ്സ് തരാതെ എനിക്ക് തനുവിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന്. എന്താ നീ ചിന്തിക്കുന്നത്? എനിക്കറിയാം നിങ്ങൾക്ക് തനുവിനെ കല്യാണം കഴിക്കണം. പക്ഷെ അത്ര പെട്ടെന്ന് എനിക്ക് അലൗ ചെയ്യാൻ പറ്റില്ല. അതിന് ക്യാഷാണോ നിന്റെ പ്രശ്നം? നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ നിനക്ക് ഒരു നഷ്ടവും വരുത്തില്ല. രാവും പകലും ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിച്ചോളാം. നിനക്ക് വേണ്ടി ഞാൻ പൈസ ഉണ്ടാക്കിക്കോളാം. അങ്ങനെ സമ്പാദിച്ചെന്നാൽ നിനക്ക് ഓക്കെ അല്ലേ? പറ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആലോചിക്കാൻ സമയം വേണം. നിനക്ക് ഇനി എന്താ ആലോചിക്കാനുള്ളത്? നീ ഒരാൾ കാരണോ കല്യാണം ഇത്രയ്ക്ക് ഡിലേ ആവുന്നത്? എന്റെ ബലൂണിന് പോലും ഞാൻ തനുവിനെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം. നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ എന്താ പ്രശ്നം? എന്തുകൊണ്ട് നീ എനിക്ക് ഡിവോഴ്സ് തരുന്നില്ല? ഞാൻ എങ്ങനെ നിങ്ങളോട് പറയും നമ്മുടെ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞു എന്ന്? ഇവളെന്താ എനിക്ക് ഡിവോഴ്സ് തരാത്തത്? ഇനി ഇവൾക്ക് എന്നെ ഇപ്പോഴും ഇഷ്ടമാണോ, അതോ എന്നെ ടെൻഷനാക്കാൻ വേണ്ടി ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണോ? നീ ദയവ് ഇതൊന്നും മനസ്സിലാക്ക്. എന്റെ കയ്യിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല. തനുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? എനിക്ക് അവളെ കല്യാണം കഴിച്ചേ പറ്റൂ. സോ പ്ലീസ് നീ ദയവ് ഇതൊന്നും മനസ്സിലാക്ക്. ഞാൻ നിന്നോട് തൊഴുത് പറയുവാണ്. നീ ഇനി എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിച്ചോളാം. ദയവ് ഇത് എന്റെ അവസ്ഥയൊന്നും നീ മനസ്സിലാക്ക് പ്രിയ, പ്ലീസ്. ദേഷ്യം കൊണ്ട് നിങ്ങൾ എന്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോളൂ, പക്ഷെ ഞാൻ ഇത് തരില്ല. എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എനിക്ക് ചിന്തിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞില്ലേ? സ്നേഹത്തോടെ പറഞ്ഞാലും നിനക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഈ കാലത്ത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഡിവോഴ്സ് ചോദിക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം തെറ്റ് നിന്റേത് മാത്രം. ഇത്രയും നേരം ഞാൻ നിന്നോട് സ്നേഹത്തോടെ പറഞ്ഞത് എനിക്ക് ഡിവോഴ്സ് തരാനായിട്ട്. എനിക്ക് ഇതിന്റെ പേരിൽ റൂഡാവാൻ പറ്റില്ല. എന്നെ കൊണ്ട് അതിന് വെറുതെ ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്. ദയവ് ഇതൊന്നും മനസ്സിലാക്കുക. എന്നെ ഉപദ്രവിച്ചു വാങ്ങുമെന്നാണോ പറയുന്നത്? നീ എന്തിനാ വെറുതെ എന്റെ ദേഷ്യം കൂടുന്നത് പ്രിയ? അവസാനമായി നിന്നോട് ചോദിക്കോ, നീ ഡിവോഴ്സ് തരുന്നുണ്ടോ അതോ ഇല്ലയോ? ഞാൻ തരില്ല. ഡിവോഴ്സ് തന്നില്ലെങ്കിൽ നീ ഒരുപാട് അനുഭവിക്കേണ്ടി വരും പ്രിയ. എന്തനുഭവിക്കണം? നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ കോടതിയിൽ പോയി കേസ് നടത്തുമെന്നാണോ? ഇല്ല, കോടതിയിലൊക്കെ എന്തിനാ പോകുന്നേ? നീ ലീഗലി എന്റെ ഭാര്യയല്ലേ? അതെ, അതിന്? പിന്നെ ലീഗലി ഞാൻ നിന്റെ ഹസ്ബൻഡുമാണ്. അതെ, അതിന്? അപ്പൊ നോക്ക്, ഒരുപാട് നാളായി നമ്മൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ നമുക്കിടയിൽ ഒരു സ്നേഹം ഉണ്ടായിട്ടില്ല, ഫിസിക്കലായപ്പോൾ. പിന്നെ എന്നെ സ്നേഹിക്കുന്നത് നിന്റെ ഡ്യൂട്ടിയൊന്നുമല്ല. പക്ഷേ എന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരേണ്ടത് ഭാര്യയായ നിന്റെ കടമയാണ്. ഞാൻ നിന്റെ ഹസ്ബൻഡാണ്, നീ എന്റെ വൈഫും. അതുകൊണ്ട് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ഇടയിൽ എന്തൊക്കെ റിലേഷൻ ഉണ്ടോ അതെല്ലാം തന്നെ ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് വേണം. നിന്നെ ഞാൻ എൻ്റെ കൈകളുകൊണ്ട്
എന്താ ചെയ്തത്? ഞാൻ അവളെ വെറുതെ ഒന്ന് വരട്ടാന്ന് നോക്കിയത്. പക്ഷെ ഞാൻ ശരിക്കും ഇത്രയും നേരം ഞാൻ നിന്നോട് സ്നേഹത്തോടെ പറഞ്ഞത് എനിക്ക് ഡിവോഴ്സ് തരാനായിട്ട്. എനിക്ക് ഇതിന്റെ പേരിൽ റൂഡാവാൻ പറ്റില്ല. എന്നെ കൊണ്ട് അതിന് വെറുതെ ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്. ദയവ് ഇതൊന്നും മനസ്സിലാക്കുക. എന്നെ സ്നേഹിക്കുന്നത് നിന്റെ ഡ്യൂട്ടിയൊന്നുമല്ല. പക്ഷേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരേണ്ടത് ഭാര്യയായ നിന്റെ കടമയാണ്. ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഇടയിൽ എന്തൊക്കെ റിലേഷൻ ഉണ്ടോ അതെല്ലാം തന്നെ ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട്. നിനക്കെന്താ വട്ടുപിടിച്ചോ? എന്താലോചിച്ചോണ്ടാ നീ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ? അവളുടെ ഇമോഷൻസ് യൂസ് ചെയ്ത് അവളെ ഒന്ന് വിരട്ടുകയല്ലേ വേണ്ടിയിരുന്നത്. ഇതിപ്പോ ഇമോഷണൽ ആയത് നീയാ. നിനക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് നീ എന്താ മനസ്സിലാക്കാത്തെ? അവളെ കാണാൻ പ്രിയെ പോലെ തന്നെയാ. പക്ഷെ അവള് നീ വിചാരിക്കുന്ന പ്രിയ അല്ല. എന്തുകൊണ്ടാ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തിനാ ഞാൻ എന്നെ നിയന്ത്രിക്കേണ്ടി വരുന്നത്? അദ്ദേഹത്തിന്റെ അടുത്തിരിക്കണമെന്നും അദ്ദേഹം എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എന്തുകൊണ്ടാ എനിക്ക് ഇങ്ങനെ അകലം പാലിക്കേണ്ടി വരുന്നത്? അദ്ദേഹത്തോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ഈ അകലം അവസാനിപ്പിക്കാൻ പറ്റാത്തത് എന്താ എനിക്ക്? ചിലപ്പോ അദ്ദേഹം എന്നെ വിശ്വസിക്കില്ല, എന്നെ അകറ്റി നിർത്തും. എന്നാലും എനിക്ക് അദ്ദേഹത്തോട് പറയാൻ കഴിയില്ല ഞാൻ അദ്ദേഹത്തിന്റെ ബലൂണാണെന്ന്. എന്നും ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടേ ഉള്ളൂന്ന്. നീയല്ലേ പറഞ്ഞത് അവളെ സ്നേഹിക്കുന്നില്ലെന്ന്? പക്ഷേ നിന്റെ മുഖത്ത് ആ സ്നേഹം വ്യക്തമായി കാണാലോ. അത് കാണാൻ പറ്റുമെങ്കിൽ അത് അവൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാവും അവൾ എനിക്ക് ഡിവോഴ്സ് തരാത്തത്. പക്ഷെ ഇതെല്ലാം എന്റെ തെറ്റാണ്, എന്റെ മാത്രം തെറ്റ്. ഡിവോഴ്സിനെ പറ്റി സംസാരിക്കുന്നതിന് പകരം ഞാൻ അവളോട് ഞാൻ തനുവിന് കൊടുത്ത വാക്കാണ്. അവളുടെ വയറ്റിൽ വളരുന്ന എന്റെ കുഞ്ഞിനോട് എനിക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരിക്കലും അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ ചെയ്യില്ല അങ്ങനെയൊന്നും. ഇത് പ്രിയയുടെ ശബ്ദമാണല്ലോ. പക്ഷെ അവളെവിടെയാ? കാണാനില്ലല്ലോ.